ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ രണ്ട് വെക്റ്റേഴ്സ് അറ്റ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിലുള്ള രണ്ട് വെക്റ്റേഴ്സ് എടുത്താൽ അത് രണ്ടും എപ്പോഴാണ് യൂക്ലിഡിയൻ പാരലൽ ആവുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. കൺസിഡർ ടു വെക്റ്റേഴ്സ് പി വി ആൻഡ് ക്യു ഡബ്ല്യു. പി വി is a vector in Rpn plus 1 and QV is a vector in Rqn plus 1. ഇനി ഈ രണ്ട് വെക്റ്റേഴ്സ് യൂക്ലിഡിയൻ പാരലൽ പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെക്റ്റർ പാർട്ട് ഈക്വൽ ആവുക, അതായത് വി ഈക്വൽ ടു ഡബ്ല്യു ആകുക വെച്ചാൽ വെക്റ്റർ പി വിയും വെക്റ്റർ ക്യു ഡബ്ല്യുവും യൂക്ലിഡിയൻ പാരലൽ ആണെന്ന് പറയാം. ഡെഫിനിഷൻ നോക്കുന്നേരം ഇൻ Rn plus 1 വെക്റ്റേഴ്സ് v equal to pv in Rpn plus 1 and w equal to qw in Rqn plus 1 are said to be Euclidean parallel if v equal to w. ഇനി നെക്സ്റ്റ് നമ്മളൊരു വെക്റ്റർ ഫീൽഡ് എക്സ് കൺസിഡർ ചെയ്യാം. ലെറ്റ് എ വെക്റ്റർ ഫീൽഡ് എക്സ് along a parameterized curve alpha from I to Rn plus 1 is said to be Euclidean parallel if x of t1 equal to x of t2 for all t1 t2 belongs to I, where x of t equal to alpha of t x of t for each t belongs to I. എന്താ പറയുന്നത്? ഒരു വെക്റ്റർ ഫീൽഡ് അലോങ് എ പാരാമീറ്ററൈസ്ഡ് കർവ് എക്സ് യൂക്ലിഡിയൻ പാരലൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ വെക്റ്റർ പാർട്സിലുള്ള വെക്റ്റർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് എക്സ് ഓഫ് ടി വെക്റ്റർ പാർട്ട് അസോസിയേറ്റഡ് ഫംഗ്ഷൻ എക്സ് ആണെങ്കിൽ, വെക്റ്റർ ഫീൽഡ് എക്സിൻ്റെ അസോസിയേറ്റഡ് ഫംഗ്ഷൻ എക്സ് ആണെങ്കിൽ എന്താ പറഞ്ഞത്? എക്സ് ഓഫ് ടി വൺ ഈക്വൽ ടു എക്സ് ഓഫ് ടി ടു ഫോർ ഓൾ ടി വൺ ടി ടു ബിലോങ്സ് ടു ഐ. എന്താ ഇംപ്ലൈ ചെയ്യുന്നത്? അതിൻ്റെ വെക്റ്റർ പാർട്ടുള്ള വെക്റ്റർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ യൂക്ലിഡിയൻ പാരലൽ എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് യൂക്ലിഡിയൻ പാരലൽ വെക്റ്റർ ഫീൽഡിൻ്റെ ഫോം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു കേർവ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം വെക്റ്ററിനെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത ഒരേ വെക്റ്ററിനെ കേർവിലുള്ള ഡിസ്റ്റിങ് പോയിന്റിൽ പ്ലേസ് ചെയ്ത പോലെയാണ് എന്തുണ്ടാവുക? യൂക്ലിഡിയൻ പാരലൽ വെക്റ്റർ ഫീൽഡ് ഉണ്ടാവുക. ഇനി ഒരു റിസൾട്ടാണ് എക്സ് ഈസ് യൂക്ലിഡിയൻ പാരലൽ അലോങ് ആൽഫ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അതൊരു വെക്റ്റർ ഫീൽഡ് യൂക്ലിഡിയൻ പാരലൽ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താ പറയുന്നത്? അതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആവുക. ഫസ്റ്റ് എക്സ് ഡോട്ട് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഐ. Then it implies that x dot of t എന്താണ്? if x of t equal to if x of t equal to alpha of t x1 of t x2 of t etc xn plus 1 of t എന്ന് പറഞ്ഞ ഫോമിലാണുള്ളതെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? x dot of t equal to alpha of t dx1 by dt of t dx2 by dt of t etc dxn plus 1 or dxn plus 1 by dt of t എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. സോ x dot of t equal to 0 for all t belongs to I if and only if alpha of t dx1 by dt of t dx2 by dt of t etc dxn plus 1 by dt of t equal to alpha of t 0 where x of t is equal to x1 of t x2 of t etc xn plus 1 of t. ഈ x അസോസിയേറ്റഡ് ഫംഗ്ഷൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഇത് 0 ആണെന്ന് വെച്ചാൽ എന്താണ്? ഈച്ച് ടേം ഈക്വൽ ടു 0. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് dxi by dt of t equal to 0 for all I equal to 1, 2, etc. n plus 1. ഇനി ഇതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്? dx
I by dt of t equal to 0 for all t belongs to I ഉണ്ട് ഇവിടെ. For all t belongs to I implies that എന്ത് xi of t equal to ci, അത് സം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താണ്, അത് ഒരു ഫംഗ്ഷൻ സം കോൺസ്റ്റൻ്റ് ആയിരിക്കും. xi of t equal to ci for all I equal to 1 to etc n plus 1 and for all t belongs to I, which implies x of t എന്ന് പറയുന്നത് എന്തായിരിക്കും, x of t എന്ന് പറയുന്നത് അസോസിയേറ്റഡ് ഫംഗ്ഷൻ ആണ് എക്സിൻ്റെ, വെക്ടർ ഫീൽഡ് എക്സിൻ്റെ അസോസിയേറ്റഡ് ഫംഗ്ഷൻ. x of t equal to c which belongs to rn plus 1 for all t belongs to I. അതായത് ഈ അസോസിയേറ്റഡ് ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് it is of if and only if x is Euclidean parallel. യൂക്ലിഡിയൻ പാരലലിൻ്റെ ഡെഫിനിഷൻ എന്താണ്, x of t1 equal to x of t2 for all t belongs to t1 t2 belongs to I. അതായത് എക്സ് എന്ന് പറയുന്നത് അസോസിയേറ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. സോ ഇത് കോൺസ്റ്റൻറ്റ് അസോസിയേറ്റഡ് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എക്സ് ഈസ് യൂക്ലിഡിയൻ പാരലൽ. സോ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈസ് യൂക്ലിഡിയൻ പാരലൽ along ആൽഫ. ഇനി നെക്സ്റ്റ് ലെവി-സിവിറ്റ പാരലൽ ഓർ സിംപ്ലി പാരലൽ അതെന്താണെന്ന് നോക്കുന്നത്. Given an n surface S in Rn plus 1 and a parameterized curve alpha from I to some n surface S, a smooth vector field X tangent to S along alpha is said to be Levi-Civita parallel or simply parallel if covariant derivative of X is equal to 0. എന്താണ്, ഒരു സ്മൂത്ത് വെക്ടർ ഫീൽഡ് വെക്ടർ ഫീൽഡ് എക്സ് വിച്ച് ഇസ് ടാൻജൻറ്റ് ടു എസ് അലോങ് ആൽഫ എന്താണെന്ന് പറയണമെങ്കിൽ ലെവി-സിവിറ്റ ഓർ സിംപ്ലി പാരലൽ അലോങ് ആൽഫ എന്ന് പറയണമെങ്കിൽ എന്താണ്, അതിൻ്റെ കൊവേരിയൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആയിരിക്കണം. സോ നമ്മൾ തൊട്ട് മുന്നേ എന്താ പ്രൂവ് ചെയ്തത്, ഒരു വെക്ടർ ഫീൽഡ് യൂക്ലിഡിയൻ പാരലൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്, ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഹിയർ ഇവിടെ എന്താണ്, ഒരു വെക്ടർ ഫീൽഡ് വിച്ച് ഈസ് ടാൻജൻറ്റ് ടു എസ് അലോങ് ആൽഫ ലെവി-സിവിറ്റ പാരലൽ ആണെന്ന് പറയണമെങ്കിൽ എന്താണ്, അതിൻ്റെ കൊവേരിയൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആയിരിക്കണം. നെക്സ്റ്റ് നോട്ടാണ്, ഇഫ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ ഫീൽഡ് അലോങ് ആൽഫ ദെൻ എക്സ് ഈസ് പാരലൽ അലോങ് ആൽഫ. എങ്ങനെയാ, സപ്പോസ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ ഫീൽഡ് അലോങ് ആൽഫ. കോൺസ്റ്റൻറ്റ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 അലോങ് ആൽഫ ആയിരിക്കും. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഐ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ്. സോ നമ്മൾ കൊവേരിയൻ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുക. കൊവേരിയൻ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്താൽ എന്ത് വരും, കൊവേരിയൻ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡോട്ട് എൻ കോമ്പോസിഷൻ ആൽഫ ഇൻറ്റു എൻ കോമ്പോസിഷൻ ആൽഫയാണ്. ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് 0 ആണ്. സോ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതിൽ ഇവിടെ എന്തായിരിക്കും, ഈ ടേമും 0 ആയിരിക്കും, ഈ ടേമും 0 ആയിരിക്കും. സോ എന്തെന്ന് കിട്ടും, എക്സ് ഡാഷ് കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 അലോങ് ആൽഫ. കൊവേരിയൻ ഡെറിവേറ്റീവ് 0 ആയാലും നമുക്ക് എന്ത് പറയാം, എക്സ് ഈസ് പാരലൽ അലോങ് ആൽഫ. ഇനി നെക്സ്റ്റ് കൊവേരിയൻ ഡെറിവേറ്റീവ്സിൻ്റെ ഈ ലെവി-സിവിറ്റ പാരലൽ വെക്ടർ ഫീൽഡ്സിൻ്റെ സം പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഇഫ് എക്സ് ഈസ് പാരലൽ അലോങ് ആൽഫ ദെൻ എക്സ് ഹാസ് കോൺസ്റ്റൻറ്റ് ലെങ്ത്. അതായത് ഇപ്പോൾ ഒരു വെക്ടർ ഫീൽഡ് പാരലൽ അലോങ് ആൽഫ ആണെങ്കിൽ അതെന്താണെന്നാണ് പറയുന്നത്, അതിൻ്റെ ലെങ്ത് എന്താണെന്നാ കോൺസ്റ്റൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ കൺസിഡർ ഡെറിവേറ്റീവ് ഓഫ് ലെങ്ത് ഓഫ് വെക്ടർ ഫീൽഡ് എക്സ്, അതിൻ്റെ സ്ക്വയർ കൺസിഡർ ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് നോം ഓഫ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് നോം എക്സ് സ്ക്വയറിന് എങ്ങനെ എഴുതാം, എക്സ് ഡോട്ട് എക്സ് എന്ന് എഴുതാം. സോ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഡോട്ട് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, എന്താ നമ്മൾ എക്സ് ഡോട്ട് വൈ ഡാഷ് എന്താണെന്നാണ് പഠിച്ചത്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡോട്ട് വൈ ഇസ് ഈക്വൽ ടു
covariant derivative of x dot y plus x dot covariant derivative of y എന്നാണ് പഠിച്ചത്. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, covariant derivative of x dot x plus x dot covariant derivative of x. ഇനി നമുക്ക് എന്തറിയാം, സം വെക്ടേഴ്സ് എയും ബിയും എടുത്തിട്ടുണ്ടെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണെന്നറിയാം. സോ നമുക്ക് ഇതെന്ത് എഴുതാം, ഇതെങ്ങനെയാണ് എക്സ് ഡാഷ് ഡോട്ട് എക്സ് പ്ലസ് എക്സ് ഡാഷ് ഡോട്ട് എക്സ് എന്ന് എഴുതാം, ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഡാഷ് ഡോട്ട് എക്സ് എന്ന് വരും. ഇനി ഇത് പാരലൽ എക്സ് ഈസ് പാരലൽ എങ്ങോ ആൽഫ എന്നാണ് സപ്പോസ് ചെയ്ത്. സോ അതിൻ്റെ കൊവേരിയൻ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്താ കിട്ടിയത്, ഡി ബൈ ഡി ടി ഓഫ് നോം ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്താ ഇംപ്ലൈ ചെയ്യുന്നത്, ലെങ്ത് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സം കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് വിച്ച് ഇംപ്ലൈസ് ലെങ്ത് ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റൻ്റ്. ഇനി നെക്സ്റ്റ് എന്താണ്, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു പാരലൽ വെക്റ്റർ ഫീൽഡ്സ് അലോങ് ആൽഫ ദെൻ എക്സ് ഡോട്ട് വൈ ഈസ് കോൺസ്റ്റൻ്റ് അലോങ് ആൽഫ. രണ്ട് വെക്റ്റർ ഫീൽഡ്സ് പാരലൽ അലോങ് ആൽഫ ആണെങ്കിൽ അതിന് ഡോട്ട് പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ കൺസിഡർ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡോട്ട് വൈ. ബൈ ഡെഫിനിഷൻ എന്താണെന്ന് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് വൈ ഡാഷ്. ഇനി എക്സും വൈയും പാരലൽ ആയതുകൊണ്ട് അതിൻ്റെ കൊവേരിയൻ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, ഹെൻസ് ഇറ്റ് ഇസ് ഈക്വൽ ടു 0, and which implies derivative equal to 0 implies x dot y is a constant along alpha. In next result endana, if x, y and y are parallel along alpha then the angle cos inverse x dot y by norm x into norm y between x and y is constant along alpha. എന്താ പറഞ്ഞാൽ, ഒരു രണ്ട് വെക്റ്റർ ഫീൽഡ്സ് പാരലൽ വെക്റ്റർ ഫീൽഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ആ വെക്റ്റർ ഫീൽഡ്സിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പറയുക, നമുക്ക് എന്തറിയാം, എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. എക്സും വൈയും പാരലൽ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ലെങ്ത്ത്, രണ്ട് വെക്റ്റർ ഫീൽഡ്സിൻ്റെ ലെങ്ത്തും കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാം. സോ കോസ് ഇൻവേഴ്സ് ഓഫ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എന്ത് പറയാം, ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് അലോങ് ആൽഫ ആയിരിക്കും. ഇനി നെക്സ്റ്റ്, ഇഫ് എക്സ് ആൻഡ് വൈ ആർ പാരലൽ അലോങ് ആൽഫ ദെൻ സോ ആർ എക്സ് പ്ലസ് വൈ ആൻഡ് സി എക്സ് ഫോർ ഓൾ സി ബിലോങ്സ് ടു ആർ. എക്സും വൈയും പാരലൽ അലോങ് ആൽഫ ആണെങ്കിൽ എക്സ് പ്ലസ് വൈയും സി എക്സും പാരലൽ അലോങ് ആൽഫ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എക്സ് പ്ലസ് വൈ പാരലൽ ആണെന്ന് പറയുക എങ്ങനെയാണ്, അതിൻ്റെ കൊവേരിയൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പാരലൽ അലോങ് ആൽഫ ആണെന്ന് പറയാം. കൺസിഡർ കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് വൈ. ഇനി എക്സും വൈയും പാരലൽ ആയതുകൊണ്ട് വിച്ച് ഇസ് എന്തായിരിക്കും, 0 പ്ലസ് 0 വരും, ഇസ് ഈക്വൽ ടു 0. സോ എക്സ് പ്ലസ് വൈൻ്റെ കൊവേരിയൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, എക്സ് പ്ലസ് വൈ പാരലൽ അലോങ് ആൽഫ ആണ്. ഇതുപോലെ തന്നെ സി എക്സും പ്രൂവ് ചെയ്യാം. സി എക്സ് കൺസിഡർ കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് സി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, സി ഇൻറ്റു കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വരും, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, സി ഇൻറ്റു 0 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പറയാം, എക്സ് കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് സി എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സി എക്സ് എന്താണ്, പാരലൽ അലോങ് ആൽഫയാണ്. ഇനി നെക്സ്റ്റ് ദ വെലോസിറ്റി വെക്റ്റർ ഫീൽഡ് അലോങ് എ പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ ഇൻ എസ് ഈസ് പാരലൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ഈസ് എ ജിയോഡസിക്. ഇതെങ്ങനെയാണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ത്, ആൽഫ ഈസ് ജിയോഡസിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ത്, കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് ആക്സിലറേഷൻ വെലോസിറ്റി വെക്റ്റർ ഫീൽഡ് 0 ആവുക. അതായത് ആൽഫ ഡോട്ട് ഡാഷ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ഇസ് ജിയോഡസിക് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി
വെലോസിറ്റി വെക്റ്റർ ഫീൽഡ്, ഇപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കൊവേരിയൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. സോ നമുക്ക് ഇവിടെ തന്നെ പറയാം എ വെലോസിറ്റി വെക്റ്റർ ഫീൽഡ് അലോങ് എ പാരാമീറ്ററൈസ്ഡ് കർവ് ഇൻ എസ് ഈസ് പാരലൽ if and only if the covariant derivative of velocity vector field is 0 along alpha, and which is if and only if alpha is a geodesic. സോ നിങ്ങളത് പ്രൂവ് ചെയ്യുന്നേരം കൊവേരിയൻ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനും പിന്നെ എന്തും ഈ നമ്മൾ കുറച്ച് മുന്നേ പ്രൂവ് ചെയ്ത ആൽഫ ഈസ് എ ജിയോഡസിക് if and only if covariant derivative of velocity vector equal to 0 along alpha എന്ന് പറയുന്ന ആ റിസൾട്ടും കൂടി പ്രൂവ് ചെയ്യണം.